ഓക്കെ, സോ കമ്മിങ് ടു ദ മൂന്നാമത്തെ കാര്യം ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ എൻ്റെ അമ്മയില്ലേ എന്നോട് കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ചെയ്യാൻ. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് മെഡിറ്റേഷൻ കുറേ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ചില ആൾക്കാർ പറയും എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്, എവിടെ നിന്നാണ് കിട്ടുക, ഇറ്റ് ഈസ് പകുതി ആപ്സ് ഇന്ത്യയിൽ ആപ്സൊക്കെ ഉണ്ട്, അതൊക്കെ പെയ്ഡ് ആപ്സ് ആണ് എനിക്കറിയാം. കുറേ ആൾക്കാർ ഇങ്ങനെ പറയും അയ്യോ അത് അത്ര പേയ്മെൻ്റ് ഒന്നുമില്ല, എല്ലാവർക്കും പറ്റില്ല ഇത്ര കാശ് കൊടുത്തിട്ട് ഇതൊക്കെ ചെയ്യാൻ. ഫസ്റ്റ് ഓഫ് ഓൾ യൂട്യൂബിൽ തന്നെ കുറേ ഗൈഡഡ് മെഡിറ്റേഷൻ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡഡ് മെഡിറ്റേഷൻ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാനൊരു ട്രിക്ക് പറഞ്ഞു തരാം. ഒരു ആപ്പ് ഉണ്ട്, അതിൻ്റെ പേരാണ് വേക്കിംഗ് അപ്പ് ആപ്പിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അവർ നിങ്ങളെ പഠിപ്പിക്കും എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടത്. അത് പെയ്ഡല്ല, അതിനെങ്ങനെയാണ് അതിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കണം, അതിനൊരു ട്രിക്ക് ഉണ്ട്. അത് വേണമെങ്കിൽ എന്നോട് പറയാം, ഞാൻ പറഞ്ഞു തരാം അതിൻ്റെ ട്രിക്ക് എന്താണെന്ന്. എന്ന് വെച്ചാൽ അതൊരു നല്ല ആപ്പാണ്. ഞാനിപ്പോൾ പെയ്ഡാണ് യൂസ് ചെയ്യണത്, പക്ഷെ അത് കൂടാതെ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങളെ അതിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ. ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട്. അത്ര മുഷ്കിൽ, ഹിന്ദിയാണ് വരുന്നത്, അത്ര പ്രയാസമുള്ള കാര്യമല്ല. അതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങളോട് പറഞ്ഞു തരും എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടത്. ഇംഗ്ലീഷിലാണത്, പക്ഷേ ഐ ആം ഡെഫിനറ്റ്ലി ഷുവർ മലയാളത്തിലും ഉണ്ട് എങ്ങനെയാണ് ഈ സിമ്പിളായിട്ട് ലളിതമായിട്ട് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. അതിൽ നമുക്ക് ആൻഡ് വൺ ഓഫ് ദ ഈ ഏറ്റവും വലിയ കാര്യം മെഡിറ്റേഷൻ്റെ എന്താണെന്നറിയോ, നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല അതെന്താണെന്ന്. നമ്മൾ വിചാരിക്കും ഇതെന്താ. ഞാൻ തുടങ്ങിയപ്പോൾ ഓണസ്റ്റ്ലി പറയാം, ഞാനില്ല തുടങ്ങിയപ്പോൾ എൻ്റെ അയാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് ചെയ്യൂ അത് ചെയ്യൂ. പക്ഷെ എൻ്റെ മനസ്സിൽ വേറെ ഇങ്ങനെ ഓഫീസിൽ ഇപ്പോൾ ഒരു ഇമെയിൽ ചെയ്യണം, അമ്മോട് ഇപ്പോൾ സംസാരിക്കണം, അച്ഛനോട് ഇത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരു പകുതി ഞാൻ എൻ്റെ ബ്രെയിൻ വേറെ ഫങ്ഷൻ ചെയ്യാണ്. അപ്പോൾ ആ മെഡിറ്റേഷനിൽ അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറ്റ് ഈസ് ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ അവനവന് വേണ്ടിയിട്ട് 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ഈ മെഡിറ്റേഷനിൽ ഞാൻ തുടങ്ങിയിട്ട് എനിക്ക് കുറേ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ആൻഡ് ഇത് ഞാനല്ല, എൻ്റെ ഹസ്ബൻഡ് പോലും പറഞ്ഞിട്ടുണ്ട് മെഡിറ്റേഷൻ കുറേ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ സോളിനെ കുറേ ശാന്തമാക്കും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ ചിലപ്പോൾ ഞാൻ ഇതെല്ലാം പറയണേ മെഡിറ്റേഷൻ ചെയ്ത് തുടങ്ങിയ ദേഷ്യം വരില്ല എന്ന് ഞാൻ പറയണേ ഇല്ല. എനിക്ക് ഇപ്പോഴും കുറേ ദേഷ്യം വരാറുണ്ട്. എൻ്റെ ഹസ്ബൻഡാണ് ലൈവ് എക്സാമ്പിൾ. പാവം അതാണ് സഹിക്കണ എൻ്റെ ദേഷ്യത്തിന് അത്. ബട്ട് ഇപ്പോൾ നമ്മൾ അവെയർ ആവുന്നുണ്ട് എന്ന് വെച്ചാൽ എനിക്കറിയാം ഞാൻ എന്താ പറയണേന്ന്, എൻ്റെ മനസ്സിൽ എന്താ നടക്കണേന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനോ ചില ആൾക്കാർ ഓൾറെഡി ഇതൊക്കെ അറിയണ്ടാവും. ഞാൻ ആ ടൈപ്പിൽ ആളല്ലായിരുന്നു ആദ്യം. എനിക്കിപ്പോൾ എന്തെങ്കിലും പറയണ മുമ്പ് ഞാൻ പത്തല്ല ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ആലോചിക്കും. എന്തെങ്കിലും സപ്പോസ് ഇങ്ങനെ നെഗറ്റീവ് തോട്ട്സൊക്കെ ആവും, എൻ്റെ ഫ്യൂച്ചർ, എൻ്റെ ഫാമിലിയുടെ ഫ്യൂച്ചർ, പേരൻസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും. ആൻഡ് ദാറ്റ് ഈസ് വെരി നോർമൽ. നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ ജോലി, നമ്മുടെ എല്ലാം. പക്ഷെ ആ സമയത്ത് അവനവൻ്റെ ബ്രെയിനിനെ ഇങ്ങനെ ട്രെയിൻ ചെയ്യുക, പറയുക എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ഇതൊക്കെ നടക്കണതാ, എനിക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എനിക്ക് ചെയ്യണത് എൻ്റെ മെൻ്റൽ ഹെൽത്ത് റൈറ്റ് നൗ, അല്ലെങ്കിൽ എൻ്റെ ബ്രെയിനിന് ഫങ്ഷൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഈ നെഗറ്റിവിറ്റിയിൽ നിന്ന് ദൂരമാവാൻ എനിക്ക് പറ്റും. ആ ഏരിയ ഷട്ട് ചെയ്യാനാണ് ഈ മെഡിറ്റേഷൻ. ഇത് പറയണത് ഭയങ്കര ഈസിയാണ്. മെഡിറ്റേറ്റീവ് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എന്നോട്. എൻ്റെ അമ്മ എന്നോട് അതേ കോഴ്സിൽ ഞാൻ പോയി കോഴ്സിൽ മെഡിറ്റേഷനും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്തിട്ടേ ഇല്ല. ഇത് അവനവന് തോന്നുമ്പോഴേ മാത്രം നമ്മൾ ചെയ്യുള്ളൂ. സോ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി സ്റ്റാർട്ട് സ്മോൾ പതുക്കെ ചെറിയ സ്റ്റെപ്സ് എടുത്താൽ മതി. സ്റ്റാർട്ട് വിത്ത് 10 മിനിറ്റ്, 7 ദിവസം അല്ലെങ്കിൽ 3 ദിവസം സ്റ്റാർട്ട് ചെയ്യൂ. പിന്നെ അത് അത് ചെയ്യും, അതിൽ ഫോക്കസ് ചെയ്യൂ. അതാവണം നിങ്ങളുടെ മെയിൻ എയിം.